ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 24 റിലീസ് ചെയ്തതാണ്. ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നി. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കണ്ടതിന് ശേഷം സംസാരിക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൈക്കിൾ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സന്റെ ബയോപിക്കിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ ഞാൻ കാണാൻ ചെല്ലുന്നത് ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ സീക്വൻസുകൾ, ഇപ്പൊ നമ്മൾ പ്രൊമോ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പടം കാണാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും ഏട്ടനും കൂടിയാണ് പോയി കണ്ടത്. ഏട്ടനോട് ഞാൻ അപ്ലൈ പറഞ്ഞിരുന്നു, ഇതൊരു കൺസേർട്ട് ഇവന്റ് പോലെയൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ. കാരണം മൈക്കിൾ ജാക്സന്റെ ആണല്ലോ. അപ്പൊ ഏട്ടനും അറിയാം മൈക്കിൾ ജാക്സന്റെ പരിപാടികൾ, എനിക്കും അറിയാം. സോ നല്ലൊരു തിയേറ്ററിൽ നിന്ന് വൈബിലിരുന്ന് നല്ല ഓഡിയൻസിനൊപ്പം ഇരുന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഏട്ടനും ഈ ഒരു സിനിമ കാണാൻ പോയത് തൃശ്ശൂർ ജോസിലാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പടത്തിന്റെ ട്രെയിലറോ കാര്യങ്ങളൊന്നും കാണാതെയാണ് പോയത്. ഏട്ടനും കണ്ടിട്ടില്ല. ഏട്ടനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നത് വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ മൈക്കിൾ ജാക്സനെ പൊതുവെ കോമൺ ആയിട്ട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി കണ്ടു. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു, സമാധാനം. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായിട്ടുള്ള അന്റോയിൻ ഫുക്കയാണ്. പെട്ടെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇക്വലൈസർ എടുത്തത് ഇങ്ങേരാണ്. ഇക്വലൈസർ 1, 2, 3. അതുപോലെ തന്നെ കുറച്ചധികം സിനിമകൾ, പണ്ടത്തെ സിനിമകൾ ഇദ്ദേഹം നല്ല അടിപൊളി സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല പേരുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മൂപ്പരാണ്. അങ്ങനത്തെ കുറച്ച് നല്ല പരിപാടികൾ ഇദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2000-2001 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത്. റീപ്ലേസ് കില്ലറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പരിപാടിയാണ് ആദ്യത്തെ പടം. അവിടുന്ന് ഇങ്ങോട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പടങ്ങൾ ഇറക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ കൊറോണയുടെ സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അതിന് മുന്നേ ഇക്വലൈസർ ഫസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 6-7 വർഷത്തെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല. സോ എന്തായാലും അവിടുന്ന് അങ്ങോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കരിയർ ഗ്രാഫ് ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ലേബലിൽ ഈ ഒരു സിനിമ വരിക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് പ്രതീക്ഷകൾ ഉള്ളതായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത ഒരു ജേണറാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. കാരണം ഒരു ബയോഗ്രഫി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ഒരാളെ പിടിച്ചിരുത്താൻ. അതും പ്രത്യേകിച്ച് തിയേറ്ററിൽ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. മൈക്കിൾ ജാക്സന്റെ പടത്തില്, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ബയോപിക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ സോങ്സ് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കഥ അറിയാത്തവരെ സംബന്ധിച്ച് ആ ഒരു കഥ എന്താണെന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തിയേറ്ററിലൊരു ഓഡിയനെ സംബന്ധിച്ച് അത് കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു മിനിമം ഒരു 15-20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഹൈ മൊമെന്റ്സ് വേണം. ഇപ്പോൾ മൈക്കിൾ ജാക്സന്റെ പടം എടുക്കുന്ന സമയത്ത് നമുക്കിതിൽ ആക്ഷനോ അല്ലെങ്കിൽ ത്രില്ലർ സാധനങ്ങളൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഓൾറെഡി കഥ അറിയാം. അതിൻ്റെ ഒപ്പം ഹൈ മൊമെന്റ്സ് കിട്ടുന്നത് നമുക്ക് ഈ സോങ്സ് കൂടിയാണ്. അദ്ദേഹം പ്ലേ ചെയ്തിട്ടുള്ള സോങ്സ് കൂടിയാണ് നമുക്ക് ഹൈ മൊമെന്റ്സ് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയാതെയാണ് ഞാൻ ഈ ഒരു സിനിമ പോയി കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ട്രെയിലർ ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഇതിന് ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഹൈ മൊമെന്റ്സ് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. പടം തുടങ്ങുന്നത് 1965 എന്നാണ് എൻ്റെ ഓർമ്മ. 65 നമ്മുടെ മൈക്കിൾ ജാക്സൺ ആൻഡ് ഫാമിലി, അവരുടെ കഥയോട് കൂടിയിട്ടാണ് പടം തുടങ്ങുന്നത്. അവരുടെ ആ ഒരു ട്രൂപ്പ്, ജാക്സൺ 5 എന്ന് പറയുന്ന ആ ഒരു ട്രൂപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് പടം തുടങ്ങുന്നത്. പടം തുടങ്ങി വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേക സൗണ്ടിന് ഉടമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ പൊക്കിടിക്കാനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് അത് വളർന്നു വരും തോറും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓൺ പരിപാടികളിലേക്ക് പോകണം എന്നുള്ള ആശകൾ വരികയും അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ചെറിയ ചെറിയ ഭിന്നതകൾ കാര്യങ്ങളൊക്കെ വരുന്നു. സോ ലാസ്റ്റ് ഫാമിലി ആയിട്ടുള്ള ലാസ്റ്റ് സോങ് ഇതാണെന്നും പറഞ്ഞിട്ട് പടത്തിന്റെ അവസാനം പറഞ്ഞ് നിർത്തുന്നിടത്താണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. സോ അദ്ദേഹം ആ ഒരു സമയത്ത് സോളോ സോങ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞ ത്രില്ലർ, ബീറ്റ് ഇറ്റ്, അതുപോലെ തന്നെ ബാഡ് എന്ന് പറയുന്ന സാധനം, അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ആ സമയത്താണ് പടം ഇവർ നിർത്തിയത്. എന്നെ സംബന്ധിച്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഇങ്ങനെ ഓരോ 10 മിനിറ്റിലും ഇങ്ങനെ ഓരോ പാട്ടിടുന്നു, ഒരു സീക്വൻസ് കാണുന്നു, അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഡേഞ്ചറസ് സാധനമൊക്കെ ഇട്ടിട്ട് പൊലിപ്പിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുന്നുള്ള മൈൻഡ് സെറ്റിൽ ഇങ്ങനെ വൈബ് ചെയ്യാനാണ് ഞാൻ പോയത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിനെ ശരിക്കും ആരാധിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 80s 90s ആൾക്കാരാണ്. സോ അവരെ സംബന്ധിച്ച് ഈ മൈക്കിൾ ജാക്സന്റെ ആദ്യത്തെ സോങ്ങുകളൊക്കെ പ്രിയപ്പെട്ടതായിരിക്കും. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അതിന് ശേഷം ഇദ്ദേഹം സോളോ സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്.
ഇപ്പൊ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള ABC പോലുള്ള ട്രൂപ്പ് സോങ്ങുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ പഴയ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം, ഞാൻ പക്ഷെ കേട്ടിട്ടില്ല, ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ഉണ്ടായിരുന്നത്. സോ അതൊക്കെ ആസ്വദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 40 ഏജ് ഉള്ള ആൾക്കാരൊക്കെ, 40 അല്ലെങ്കിൽ 50 ഏജ് ഉള്ള ആൾക്കാരൊക്കെ ഇത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഡേഞ്ചറസ്, ത്രില്ലർ, ബീറ്റിറ്റ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അതിൽ ബീറ്റിറ്റും അതുപോലെ തന്നെ ബാഡ്, ത്രില്ലറൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ ഈ ഒരു പാട്ടുകളുടെ ഒക്കെ 2 മിനിറ്റ് വീതമുള്ള സംഭവങ്ങളാണ് ഓൾമോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഫുൾ വേർഷൻ ഒന്നും ഇതിൽ കൊടുത്തിട്ടൊന്നുമില്ല. ലൈവ് കൺസേർട്ടിൽ ഇദ്ദേഹം ആടി തമർക്കുന്നത് കാണാനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പോയിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 3-4 സാധനം മാത്രമേ കിട്ടുള്ളൂ. അപ്പം എനിക്ക് ചെറിയൊരു ഡസ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ടു ബി കണ്ടിന്യൂഡ് എന്നാണ് എഴുതി കാണിച്ചത്. നിരാശ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ആയിരുന്നില്ല കേട്ടോ. അതായത് ഡേഞ്ചറസ് കേൾക്കാൻ പറ്റാത്തതിന്റെ സങ്കടം, ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് തൃശ്ശൂർ ജോസ് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ ഏകദേശം 1 മണിക്കൂർ വേണം. 1 മണിക്കൂറിനടുത്ത് ഞാൻ ഫുള്ള് മൈക്കിൾ ജാക്സന്റെ പാട്ട് ഭയങ്കര ലൗഡിലിട്ടിട്ടാണ് കാറിൽ പോകുന്നത്. എസ്പെഷ്യലി ഡേഞ്ചറസ് ഒക്കെ ഞാൻ 2-3 തവണ റിപ്പീറ്റ് അടിച്ച് കേട്ട് സങ്കടം തീർത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു പരിധി വരെ എല്ലാവരും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ പറയാനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും എല്ലാവരും പോയിട്ടുണ്ടാവുക. സോ അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് ആദ്യത്തെ ഒരു ഇത് വന്നിട്ടുണ്ടാവുക. പിന്നെ അത് മാറി വേർഡ് ഓഫ് മൗത്ത് കൂടെ നല്ല പടാണെന്നൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആൾക്കാർ അയ്യോ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പടം എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് നിരാശ എന്ന് പറയുന്നത് ഈ ഒരു ഡേഞ്ചറസ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടിയും ഞാൻ പ്രതീക്ഷിച്ചു പോയി. ആ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അതർവൈസ് പടം അടിപൊളിയാണ്. കാരണം പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും കിടലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി അച്ഛനായിട്ട് വന്നിട്ടുള്ള ആള്, അതുപോലെ തന്നെ ബ്രദേഴ്സ്, എന്തിനു പറയുന്നത് ജാഫർ ജാക്സൺ, നമ്മുടെ മൈക്കിൾ ജാക്സൺ ആയിട്ട് വന്നിട്ട് ജാഫർ ജാക്സന്റെ ഒക്കെ പെർഫോമൻസ് വേറെ രീതിക്കുള്ള ഈ സാധനമായിരുന്നു. അതുപോലെ തന്നെ വിൽ സ്മിത്തിനെ പോലത്തെ ഒരു ആള് ഇതിന് ഞാൻ കണ്ടു. വിൽ സ്മിത്ത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, അല്ല തോന്നണു. ഒരു ബുൾഗാനൊക്കെ വെച്ചിട്ട് മൈക്കിൾ ജാക്സൺ ആദ്യമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ആളായിരുന്നു. ആ ഒരു ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സനെ ആ ഒരു ആദ്യമായിട്ട് അപ്ലോസ് ചെയ്തിട്ടുള്ള മനുഷ്യൻ അദ്ദേഹമാണ്. സോ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ MJയുടെ അമ്മയായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡി, എല്ലാവരും ഓൾ ഇൻ ഓൾ എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി MJയുടെ ഗാർഡായിട്ട് വന്നിട്ടുള്ള, ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള ബില്ലി എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം പൊളി സാധനമാണ് കേട്ടോ. ആള് സ്ക്രീനിൽ വെറുതെ വന്ന് പോകുമ്പോൾ വരെ നമുക്ക് നല്ല സന്തോഷം തരുന്ന, ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യക്തിത്വം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പരിപാടിയായിരുന്നു. നല്ല രസമായിരുന്നു ആളുടെ ആ ഒരു ക്യാരക്ടർ. ഒരു ഫുള്ളൊരു ഒഴുക്കിലൊരു മ്യൂസിക്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് മൈക്കിൾ ജാക്സന് സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു. സോ അതൊക്കെ അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്തായാലും ഒരു തവണ നല്ല രീതിക്ക് നല്ലൊരു തിയേറ്ററിൽ നിന്ന് കണ്ടു നോക്കാൻ പറ്റാവുന്ന, നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏകദേശം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു 5-6 പാട്ടുകളാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ആളുടെ കുട്ടിക്കാലം മുതൽക്കുള്ളത് കേട്ടോ. ആള് സോളോ പെർഫോമൻസ് തുടങ്ങുന്നത് വരെയുള്ള സമയത്തുള്ള ഒരു 5-6 പാട്ടുകൾ മാത്രമാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇതിന് ശേഷം ശരിക്കുള്ള മൈക്കിൾ ജാക്സൺ റേഞ്ചിലേക്ക് വരുന്ന പരിപാടി ആക്ച്വലി എനിക്ക് അതാണ് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. സോ അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വന്നതിന് എന്തായാലും പോയി കാണും. ഈ ഒരു സംഭവം തന്നെ എല്ലാവരും ഈ ബീറ്റിറ്റും ബാഡും അതുപോലെ തന്നെ ABC ഒക്കെ വന്ന സമയത്തൊക്കെ എല്ലാവരും ഒരു 40+ ഏജുള്ള ആൾക്കാരൊക്കെ കടന്ന് ആർപ്പ് വിളിക്കായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രസമായിട്ട് അവരെ എൻജോയ് ചെയ്ത്, അപ്പോൾ കൂട്ടത്തിൽ നമുക്കും എൻജോയ് ചെയ്യാൻ തോന്നും. ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തത് ഇതിൽ ത്രില്ലറും ബീറ്റിറ്റും ബാഡൊക്കെ വന്ന സമയത്ത് തന്നെയാണ്. ആക്ച്വലി ആ ഒരു സാധനം സോളോ പരിപാടികൾ വന്നപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ഒരു സംഭവത്തിലേക്ക്, ആ ഒരു സംഭവങ്ങളാണ്. എനിക്കൊരു ഗ്രൂപ്പ് സോങ്, എനിക്ക് അങ്ങനത്തെ പരിപാടിയിൽ നിന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റുകളാണ്. പക്ഷേ ആസ് എ ഫിലിം, ഒരു ബയോഗ്രഫി ഫിലിം എന്നുള്ള നിലയ്ക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് മൈക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ബയോപിക്. സോ നല്ലൊരു തിയേറ്ററിൽ നിന്ന് നല്ലൊരു 4K ഡോൾബി അല്ലെങ്കിൽ ഐമാക്സോ അല്ലെങ്കിൽ എപ്പിക് സ്ക്രീനോ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല സൗണ്ട് സിസ്റ്റമാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ പാട്ടിൻ്റെ ആ ഒരു ബീറ്റ് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്റർ വേണം. 40 തിയേറ്ററിലൊന്നും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ ആസ്വദിക്കാൻ പറ്റില്ല. ഒരു വസ്തു അറിയാത്ത ഒരാളാണ് മൈക്കിൾ ജാക്സനെ കുറിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ മനസ്സിലാവില്ല. ആ ഒരു ഇമോഷണൽ സാധനങ്ങളൊക്കെ കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ പാട്ടുകളിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി പോകണം. ആ ഒരു ഗ്രാഫ്
കയറി ഇറങ്ങണം. എന്നാലാണ് നമുക്ക് ആ ഒരു ഇമോഷൻ കുറച്ചും കൂടിയും വർക്കാവുള്ളൂ. സോ വീണ്ടും പറയുന്നു, നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.